സുഖമായി ഉറങ്ങണമെങ്കിൽ നല്ല പില്ലോയും ഉണ്ടാകണം, അല്ലേ? ഉറങ്ങുമ്പോൾ മാത്രമല്ല ഇരിക്കുമ്പോഴൊക്കെ തലയിണ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള തലയിണ നമുക്ക് തന്നെ തയ്യാറാക്കിയാലോ? പഴയ തുണി, സ്പോഞ്ച് അല്ലെങ്കിൽ പഞ്ഞി, സൂചി, നൂല്, കത്രിക, ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്നിവയാണ് ഇത് തയ്യാറാക്കാനായിട്ട് വേണ്ടത്. ഇനി എങ്ങനെയാണ് ഈ ഒരു തലയിണ തയ്യാറാക്കുക എന്ന് നോക്കാം. അതിനായി ഒരു തുണി എടുക്കുക, അതിങ്ങനെ വിടർത്തി വെക്കണം. ഇതിന് മുകളിലായിട്ട് ഒരു വലിയ പാത്രം വെച്ച് കൊടുക്കുക. ഇവിടെ ഒരു പഴയ ബെഡ്ഷീറ്റ് ആണ് എടുത്തിട്ടുള്ളത്. പാത്രം ഇതിന് മുകളിലായി വെച്ച ശേഷം ഒരു സ്കെച്ച് പെൻ ഉപയോഗിച്ചുകൊണ്ട് ഈ പാത്രത്തിന് ചുറ്റും വട്ടം വരച്ച് കൊടുക്കുക. ഇനി ഈ വൃത്തത്തിൽ നിന്നും കുറച്ച് സ്പേസ് വിട്ട് കുറച്ചുകൂടി വലിയ വൃത്താകൃതിയിൽ ഇത് കത്രിക ഉപയോഗിച്ച് വെട്ടിയെടുക്കണം. ഇവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഈ തുണി വീണ്ടും ബെഡ്ഷീറ്റിന് മുകളിൽ വെച്ച് അതേ അളവിൽ ഒരു റൗണ്ട് തുണി കൂടി വെട്ടിയെടുക്കുക. ഇപ്പോൾ രണ്ടെണ്ണം ഒരേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരേ അളവിൽ തന്നെയാണിതുള്ളത്. ഇനി ഇത് രണ്ടും ഇങ്ങനെ മുകളിലായി വെച്ചതിന് ശേഷം സൂചിയും നൂലും വെച്ച് ഇതിന്റെ അരിക് ഇതുപോലെ തുന്നിയെടുക്കുക. മുഴുവനായിട്ട് തുന്നിയെടുക്കരുത്. പഞ്ഞി അകത്തേക്ക് ഇടാനായിട്ട് അല്പം സ്ഥലം വിട്ട ശേഷമാണ് തുന്നേണ്ടത്. ഇവിടെ അല്പം സ്പേസ് വിട്ടിട്ടുണ്ട്. ഇനി ഈ തുണി നമുക്ക് ഇങ്ങനെ മറിച്ചെടുക്കാം. അകത്തെ ഭാഗം പുറത്തേക്ക് വെച്ചായിരുന്നു ആദ്യം നമ്മൾ തുന്നിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി തുറന്നിരിക്കുന്ന ഭാഗത്തിലൂടെ പഞ്ഞി അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യമുള്ളത്ര പഞ്ഞി ഇതിലേക്ക് ഇട്ട് നിറച്ചു കൊടുക്കുക. ഇവിടെ പഞ്ഞി ഉപയോഗിച്ച് നിറച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ഞിക്ക് പകരമായിട്ട് സ്പോഞ്ച് ഉപയോഗിക്കാം. ഓരോരുത്തരുടെ കംഫർട്ടിനനുസരിച്ചാണ് അത് ഉപയോഗിക്കേണ്ടത്. ഇനി ഇതിന്റെ തുറന്നിരിക്കുന്ന ഭാഗവും നമുക്ക് തുന്നിയെടുക്കണം. ഇവിടെ തുന്നിയെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ എളുപ്പത്തിന് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പില്ലോ തയ്യാറായിരിക്കുകയാണ്. നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ചുള്ള തലയിണ നിങ്ങൾക്ക് തന്നെ തയ്യാറാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് എളുപ്പത്തിന് അത് തയ്യാറാക്കുക എന്ന് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളും തയ്യാറാക്കി നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.